10 രൂപ അല്ലെങ്കിൽ 15 രൂപ പെർ കിലോയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റ് നമുക്ക് 50 രൂപ മുതൽ 80 രൂപ വരെ വിലയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റും. വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും. നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്താൽ മതി. പാർട്ട് ടൈം ആയിട്ട് ചെയ്താൽ പോലും നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 15,000 രൂപ മാസ വരുമാനം അതിൽ നിന്നുണ്ടാക്കാം. ഒരു എക്സ്ട്രാ ഏണിംഗ് എന്ന് കരുതിയാൽ മതി. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ, അതായത് വീട്ടുജോലി മാത്രം ചെയ്ത് ഇരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഒരല്പം ഇനിഷ്യേറ്റീവ് എടുത്ത് അല്പം സമയം മെനക്കെടുത്താൻ കഴിയുമെങ്കിൽ വളരെ നല്ല രീതിയിൽ ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഇന്നിവിടെ പറയുന്നത്. ഈ പ്രോഡക്റ്റിന് നല്ല ഗുണങ്ങളുണ്ട്, പക്ഷെ ആ ഗുണങ്ങളൊന്നും ആരും ഉപയോഗിക്കാറില്ല അല്ലെങ്കിൽ യൂസ് ചെയ്യാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇന്നിപ്പോൾ നമ്മൾ അത്തരത്തിലൊരു വേസ്റ്റ് പ്രോഡക്റ്റിൽ നിന്നാണ് ഈ ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കി വിൽക്കാൻ പോകുന്നത്. ഇതുപോലുള്ള ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇന്നും അത് തന്നെയാണ്. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഈ വീഡിയോ കണ്ടിട്ട് വാടാ പോടാ എടാ എന്നൊക്കെ വിളിക്കാതിരിക്കുക. നിങ്ങളുടെ തന്നെ വിലയാണ് നിങ്ങൾ കളയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വീഡിയോ ആണെങ്കിൽ കാണാതിരിക്കുക, വിഡ്ഢിത്തരം വിളമ്പാതിരിക്കുക. ഇവിടെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമാണ് പറയുന്നത്. വലിയ വലിയ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഇങ്ങോട്ട് വരാതിരിക്കുക. ഇവിടെ കുഞ്ഞു കുഞ്ഞു ബിസിനസ്സുകൾ വീട്ടിൽ നിന്ന് ചെയ്യാവുന്നത്, പാവം പിടിച്ചവർക്ക് വേണ്ടിയുള്ളത്, പണമില്ലാത്തവർക്ക് വേണ്ടിയുള്ള ബിസിനസ്സുകളാണ് കൂടുതലും പറയാറുള്ളത്. പണമുള്ളവർ ആ രീതിയിൽ മുമ്പോട്ട് പോകുക. നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടി അല്ല. അതിനൊരുപാട് ചാനലുകളുണ്ട്. നിങ്ങൾക്ക് ലക്ഷം കിട്ടും, കോടി കിട്ടും എന്നൊക്കെ പറയുന്ന ഒരുപാട് ചാനലുകളുണ്ട്. അങ്ങോട്ട് പൊക്കൊള്ളുക. ഇവിടെ വന്ന് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഞങ്ങളെ തെറി പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫെർട്ടിലൈസർ തന്നെയാണ്. ഒരു ജൈവവളം എന്ന് തന്നെ പറയാവുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ തരത്തിലുള്ള ചെടികൾക്കും എല്ലാ തരത്തിലുള്ള വിളകൾക്കും അനുയോജ്യമായ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ റോ മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് അത്ഭുതമുളവാക്കുന്നത്. ഇതിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്ത തേയിലക്കൊന്ത്, അതാണ് ഇതിൻ്റെ റോ മെറ്റീരിയൽ. ആ റോ മെറ്റീരിയൽ കൊണ്ട് ഹൈലി ക്വാളിറ്റി ഉള്ള ഒരു ഓർഗാനിക് കമ്പോസ്റ്റ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കെമിക്കൽ ഫ്രീ ആണ്, ഇക്കോ ഫ്രണ്ട്ലി ആണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് എന്ന് നമുക്കറിയാം. ഹോം ഗാർഡൻസ് ചെയ്യുന്നവർ, അതായത് വീട്ടിൽ തന്നെ പൂന്തോട്ടങ്ങളും ചെടിത്തോട്ടങ്ങളും വിളത്തോട്ടങ്ങളും ഒക്കെ ഉള്ള ആളുകളുണ്ട്, അവർക്ക് പറ്റും. ഓർഗാനിക് ഫാമേഴ്സ്, അവർക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ലോക്കലായിട്ടുള്ള നമ്മളുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അങ്ങനെയുള്ള ഇടങ്ങളിൽ തിരക്കിക്കഴിഞ്ഞാൽ, കൃഷിഭവൻ വഴി തിരക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടുപിടിക്കാൻ പറ്റും. ഈ തേയിലക്കൊന്ത്, അതിന്റെ ഗുണം എന്താണ് എന്ന് നോക്കാം. അതിലുള്ള ന്യൂട്രിയൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഒരുപാട് നൈട്രജൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മണ്ണിനെ വളക്കൂറുള്ളതാക്കാൻ ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. രണ്ടാമത്, ഇത് ഇക്കോ ഫ്രണ്ട്ലി ആണ്. ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യുന്ന തേയിലക്കൊന്തെന്ന് പറഞ്ഞാൽ ടണ്ണ് കണക്കിനാണ്. ഇതെല്ലാം ഭൂമിയിലോട്ട് വലിച്ചെറിയപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരാതെ ഇതിനെ യൂസ്ഫുൾ ആക്കി എടുത്തു കഴിഞ്ഞാൽ വേറൊരു രീതിയിൽ ഉപയോഗിക്കാം. അപ്പോൾ നമ്മളുടെ പരിസ്ഥിതിക്കും നമ്മളൊരു ആശ്വാസം തന്നെയാണ് നൽകുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ ഒന്നുകിൽ ഫ്രീ ഇല്ലെങ്കിൽ അല്പം ചെലവ് ഉള്ളത് കൊണ്ട് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് കൂടിയാണ് ഇത്. ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നമ്മളുടെ ടീ ഷോപ്പുകൾ, ഹോട്ടലുകൾ, ക്യാൻറ്റീനുകൾ, ഈവൻ ഹൗസിൽ നിന്ന് അത്രയൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ എങ്കിൽ പോലും മറ്റുള്ള ഇടങ്ങളിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് വലിയ തോതിൽ ഈ ചായക്കൊന്ത് കിട്ടും. ഇവിടെ എന്താണ് വേണ്ടത്? നമുക്കത് കളക്ട് ചെയ്യാനുള്ള ബിന്നുകൾ വേണം, ബാഗുകൾ വേണം, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ വേണം. കാരണം അവിടെ നിന്ന് എടുത്തുകൊണ്ട് നമ്മളുടെ വീട്ടിലോട്ട് വരുന്നതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി വേണം. അത് നമ്മളുടെ സ്കൂട്ടർ ആണെങ്കിൽ പോലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതെന്താ ചെയ്യേണ്ടത്? നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഇതിനകത്ത് ഒരുപാട് കണ്ടാമിനൻസ് ഉണ്ട്. അതായത് എന്താ പറയുന്നത്, ഷുഗർ കാണും, മിൽക്ക് കാണും, പാലിന്റെ അംശങ്ങൾ കാണും. അതുകൂടാതെ ഒരുപാട് ഫോറിൻ പ്രോപ്പർട്ടീസ് ഇതിൽ കാണും. ഇതെല്ലാം നന്നായിട്ട് ക്ലീൻ ആയിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം ആദ്യം. ഇനി ഈ തേയിലക്കൊന്ത് കഴുകിയെടുത്തതിനെ ഒന്ന് ചെറുതായിട്ട് ഉണക്കിയതിനു ശേഷം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഡ്രൈ ഓർഗാനിക് വേസ്റ്റിലോട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഉണങ്ങിയ ഇലകളിലേക്ക്, ഇല്ലെങ്കിൽ എന്താ പറയുന്നത്, നമ്മളുടെ തടിയുടെ പൊടി, അതായത് തടി അറക്കുമ്പോൾ വരുന്ന പൊടി ഉണ്ടല്ലോ, തടിമില്ലൊക്കെ കിട്ടും.
ആ സാധനം അത് മിക്സ് ചെയ്ത് ഒരു കമ്പോസ്റ്റ് പരുവമാക്കി ലെയറുകളാക്കി കമ്പോസ്റ്റ് ബിന്നിലേക്ക് അല്ലെങ്കിൽ പിറ്റിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഈ കമ്പോസ്റ്റ് ബിന്ന്, കമ്പോസ്റ്റ് പിറ്റ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ കൃഷിഭവനിലൊന്ന് സന്ദർശിച്ചു കഴിഞ്ഞാൽ അവർ അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്യും. കൂടാതെ കാര്യങ്ങൾ വ്യക്തമാക്കി കാണിച്ചു തരികയും ചെയ്യും എന്താണ് ചെയ്യേണ്ടത് എന്ന്. ഇനി ഈ കമ്പോസ്റ്റ് കുഴിയിൽ നമ്മൾ കൊണ്ടിട്ട സാധനം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. അതായത് മുകൾ ഭാഗം താഴോട്ട്, താഴ്ഭാഗം മുകളിലോട്ട് ആക്കി കൊടുത്ത് പ്രോപ്പർ ഡീകമ്പോസിഷൻ നടക്കണം അതിന്. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്യണം. കാരണം ഇത് കമ്പോസ്റ്റ് ആണ്, അപ്പോൾ അതിൻ്റെ മണവും കാര്യങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഈർപ്പത്തിൻ്റെ ഒരു ബാലൻസിങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറഞ്ഞു കിട്ടും. പിന്നെ ഇതിൻ്റെ ക്യൂറിംഗ് ആണ്. ഈ ക്യൂറിംഗ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 4 തൊട്ട് 6 ആഴ്ച വരെ എടുക്കും ഈ ഒരു കാര്യത്തിൽ. അതായത് ഇത് നമ്മളുടെ തേയിലക്കൊന്തായതുകൊണ്ട് തന്നെ ഇത്രയും ടൈം എടുക്കും ക്യൂറിങ്ങിൻ്റെ സമയം. ക്യൂറിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവം പ്രോപ്പറായിട്ട് റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കമ്പോസ്റ്റ് കുഴിയിൽ നിന്ന് അത് എടുക്കാം. അതെടുത്ത് നമുക്ക് പാക്കേജിങ്ങിന് വിടാം. നന്നായിട്ട് പാക്ക് ചെയ്ത് എക്കോ ഫ്രണ്ട്ലി ബാഗിൽ പാക്ക് ചെയ്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ നമുക്കതൊരു 6 ആഴ്ചയെങ്കിലും എടുക്കും ഫസ്റ്റ് പ്രോഡക്റ്റ് നമ്മൾ വിൽക്കാനായിട്ട്. അത് ആ രീതിയിൽ നമ്മൾ സെറ്റപ്പ് ചെയ്ത് മുമ്പോട്ട് പോകണം എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറും ഇൻവെസ്റ്റ്മെന്റും ഒക്കെ എന്താണ് എന്ന് നോക്കാം. നമ്മൾ ചെറിയൊരു സെറ്റപ്പാണ് ചെയ്യുന്നത്. നമുക്കൊരു 100-200 സ്ക്വയർ ഫീറ്റ് ഏരിയ വേണ്ടി വരും. നമ്മുടെ പറമ്പ് തന്നെ ഉപയോഗിക്കാം. അതെന്തിനാന്ന് വെച്ചാൽ കമ്പോസ്റ്റ് കുഴികൾ അല്ലെങ്കിൽ കമ്പോസ്റ്റ് ബിൻ വെക്കാനുള്ള സ്ഥലമാണ്. പിന്നെ ഇതിന്റെ ടൂൾസ് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. ഈ കമ്പോസ്റ്റ് ബിന്നുകൾ വേണം, ചാക്കുകൾ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിന്റെ മെയിൻ ടൂൾസ് വരുന്നത്. പിന്നെ ഷ്രെഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, അത് ഓപ്ഷനിലാണ്. ഷ്രെഡ് ചെയ്യാനായിട്ട് നമുക്ക് അല്ലാതെ തന്നെ ഷ്രെഡ് ചെയ്യാൻ പറ്റും. അതായത് തറയിലിട്ട് തന്നെ നമുക്ക് തടിയിട്ട് വലിച്ചു കഴിഞ്ഞാൽ പോലും അത് പൊടിച്ചെടുക്കാൻ പറ്റും. പിന്നെ പാക്കേജിങ് മെറ്റീരിയൽസ് വേണം. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് വേണ്ട കാര്യങ്ങൾ. നമുക്കപ്പം എന്താണ് എന്ന് നോക്കാം. ഒരു ചെറിയ കാൽക്കുലേഷൻ ആണ് നോക്കുന്നത്. നമുക്ക് ഈ കളക്ഷൻ ബാഗും ബിന്നും ഒക്കെ അതിന് വേണ്ടിയിട്ട് ഒരു 5000 രൂപ വേണമെങ്കിൽ നമുക്ക് പിടിക്കാം. അത്രയൊന്നും വേണ്ടി വരില്ല, പിടിക്കാം. പിന്നെ കമ്പോസ്റ്റ് ബിന്നിന് വേണ്ടി നമുക്കൊരു 10000 രൂപ മാറ്റിവെക്കാം. പിന്നെ പാക്കേജിങ് മെറ്റീരിയലിന് വേണ്ടി ഒരു 5000 രൂപ മാറ്റിവെക്കാം. ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഒരു 10000 രൂപ, മിസലേനിയസ് ആയിട്ടൊരു 5000 രൂപ. ഇത് ടോട്ടൽ കോസ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. 35,000 രൂപയാണ് ടോട്ടൽ കോസ്റ്റ് ആയിട്ട് ഇതിൻ്റെ വരുന്നത്. ഇത് നമുക്ക് എവിടെയാണ് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഓൾറെഡി ഞാൻ പറഞ്ഞു, അർബൻ ഹൗസ് ഹോൾഡ്സ്, അതായത് നമുക്ക് ഈ ടൗൺഷിപ്പുകളിലുള്ള ഹൗസുകളിൽ ഇത് വിൽക്കാൻ പറ്റും. ഫ്ലാറ്റുകൾ, പിന്നെ അതുപോലെ തന്നെ വില്ലകൾ ഒക്കെ ഉള്ളവർക്ക് അവരോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റും, വിൽക്കാൻ പറ്റും. ഒരു തവണ വാങ്ങിച്ച് നിങ്ങളുടെ പ്രോഡക്റ്റിന് ഗുണമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ തന്നെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ വിളിച്ച് ശല്യം ചെയ്ത് മേടിച്ചു കൊണ്ടിരിക്കും. പിന്നെ ഗാർഡനിങ് ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരെ നമുക്ക് കോൺടാക്ട് ചെയ്യാം. നഴ്സറികളെ കോൺടാക്ട് ചെയ്യാം. ഓർഗാനിക് ഫാമിംഗ് ചെയ്യുന്നവരെ കോൺടാക്ട് ചെയ്യാം. പിന്നെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്ന കമ്പനികളുണ്ട്. അതായത് ഇപ്പം അതൊരു ബിസിനസ് തന്നെയായിട്ട് മാറിയിട്ടുണ്ട് ലാൻഡ്സ്കേപ്പിംഗ് എന്നുള്ളത്. അങ്ങനെയുള്ള ആളുകൾക്ക് അവരെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് നന്നായിട്ട്, അത് ബൾക്കായിട്ട് പോകുന്ന ഒരു സംഭവമാണ്. പിന്നെ ഈ മുനിസിപ്പാലിറ്റിക്ക്, പഞ്ചായത്തിന്, അങ്ങനെയുള്ള ഏരിയകൾക്ക് അവർക്കൊക്കെ നമുക്ക് ഈ ഗ്രീൻ പ്രോജക്ട്സ് ഉണ്ട്. ഈ ഗ്രീൻ പ്രോജക്ട്സിനുള്ളിൽ നമുക്ക് വരാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ ബെനിഫിറ്റാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. കൂടാതെ തന്നെ നമുക്ക് ലോക്കൽ സ്റ്റോർ വഴി, അതായത് ഈ ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന ലോക്കൽ സ്റ്റോർ വഴി നമുക്കിത് വിൽക്കാൻ പറ്റും. വേണമെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ട്രൈ ചെയ്യാം. ഇ കൊമേഴ്സ്യൽ വെബ്സൈറ്റുകളുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ, അങ്ങനെയുള്ള വെബ്സൈറ്റ് വഴി വേണമെങ്കിൽ നമുക്കിത് ചെയ്യാം. പിന്നെ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. ഇവിടെ നമുക്ക് പ്രൊമോഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ നല്ല ഗുണങ്ങൾ എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്ത് വേണം നമ്മൾ പറയാനായിട്ട്. അതായത് ഇക്കോ ഫ്രണ്ട്ലി ആണ് എന്നുള്ളത് പറയണം. അത് ഇക്കോ ഫ്രണ്ട്ലി പാക്കേജിലാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. പിന്നെ ചെറിയ ചെറിയ സാമ്പിൾസ് അവർക്ക് കൊടുക്കുക. ഒരു ചെടിക്കിടാനുള്ള സാമ്പിള് അങ്ങനെ ചെറിയ പാക്ക് ചെയ്തിട്ട് ഇവർക്കൊക്കെ ഒന്ന് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർ ഏതെങ്കിലും ഒരു ചെടി കിട്ടി നോക്കി അത് നറിഷ് ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്യും. പിന്നെ ഇതിനുള്ള വർക്ക്ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് കൃഷി ഭവന്റെ കാര്യങ്ങളായിട്ട് വരുന്നുണ്ട്. അതൊക്കെ അറ്റൻഡ് ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങളായിട്ട് ക്ലാസ്സുകൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇത്
വിറ്റു പോകുന്നതായിരിക്കും. ഇതൊക്കെ പതിയെ പതിയെ ചെയ്യേണ്ട കാര്യങ്ങളാണ്, ഒറ്റയടിക്ക് നടക്കുന്ന കാര്യങ്ങൾ അല്ല. ഒരു 6 മാസം എടുക്കും ഇതെല്ലാം ഒന്ന് സെറ്റപ്പായി വരാനായിട്ട്. പിന്നെ ഇതിന്റെ കോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഫ്രീ ആയിട്ടാണ് തേയിലക്കൊന്ത് കിട്ടുന്നത്. കാരണം ആ ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, തട്ടുകട, ചായക്കട ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇത് എങ്ങനെയെങ്കിലും ആരെങ്കിലും കൊണ്ടുപോയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് അത് കിട്ടും. എങ്കിൽ പോലും നമ്മൾ അതിൻ്റെ ബാക്കി കോസ്റ്റും കാര്യങ്ങളും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് നമുക്കൊരു 10-15 രൂപ അതിനുവേണ്ടി മാറ്റിവെക്കും. പെർ kg ആണ്. ദെൻ സെല്ലിംഗ് പ്രൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, 50 രൂപ തൊട്ട് 80 രൂപയ്ക്ക് ഉള്ളിൽ ഇത് വിൽക്കാൻ പറ്റും. 80 രൂപ MRP ആണെങ്കിൽ ഈ നഴ്സറിക്കാർക്ക്, കടക്കാരനൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 50 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഈ 80 രൂപയുടെ MRP ഇട്ടിരിക്കുന്നത് നമുക്ക് ഡയറക്റ്റ് കസ്റ്റമർ കൊടുക്കുകയാണെങ്കിൽ 80 രൂപയ്ക്കും കൊടുക്കാൻ പറ്റും. ഇനി ഞാൻ പറഞ്ഞ ലാൻഡ്സ്കേപ്പിംഗ് പോലുള്ള ആളുകളാണെങ്കിൽ അവർ ബൾക്ക് പർച്ചേസിംഗ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ 50 രൂപ പോലും നമുക്ക് കിട്ടത്തില്ല, പകരം ഒരു 30-35 രൂപയ്ക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ പ്രോഫിറ്റ് വേരി ചെയ്യുന്ന ഒരു ഐറ്റമാണ്, ഡിപ്പെൻഡ് അപ്പോൺ അവർ ബിസിനസ്. ഓക്കെ, മന്ത്ലി നമുക്ക് ഒരു 500 കിലോ ഉണ്ടാക്കാൻ പറ്റിയാൽ 500 × 50 പിടിച്ചാൽ മതി. ഏറ്റവും ലീസ്റ്റ് പ്രൈസ് ആണ് ഞാൻ പിടിക്കുന്നത്. 50 പിടിച്ചു കഴിഞ്ഞാൽ 25,000 രൂപയാണ് നമുക്ക് ടോട്ടൽ നമ്മളുടെ സെയിൽ നടക്കുന്നത്. അതിൽ നിന്ന് മാസം ഒരു 10,000 രൂപ എല്ലാ എക്സ്പെൻസസുകളും മീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 10,000 രൂപ മാറ്റിയാൽ പോലും 15,000 രൂപ പെർ മന്ത് നമുക്ക് പ്രോഫിറ്റ് കിട്ടും. കഷ്ടപ്പെടണം, ചുമ്മാ പറ്റില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്ന് നോക്കുക. പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.